ഒരു പണ്ട് കുറെ വർഷങ്ങൾക്ക് ഡൽഹിയിൽ ഒരു ബസ്സിനകത്ത് ഒരു പെൺകുട്ടിയെ കേട്ടോ കേസ് 18 വയസ്സ് പോലും തികയാത്ത ഒരു പയ്യൻ കാട്ടിക്കൂട്ടി അതിക്രമങ്ങൾ. മനസ്സിലായോ? ഇതെല്ലാം ആരെങ്കിലും അറിയാം, പക്ഷെ ആരും ആരോടും പറയാൻ വേണ്ടി തയ്യാറാകില്ല. ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെ ഭയങ്കര വിപത്താണ്. അപ്പൊ നമ്മൾ ഏറ്റവും ആത്മാവ് സുഹൃത്തെന്ന് പറഞ്ഞ് എന്ത് കാണിച്ചാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ ആത്മാ സുഹൃത്ത് പറഞ്ഞാൽ നമ്മൾ അവരെ നയിക്കാൻ പറ്റണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ 3 കാര്യങ്ങൾ മനസ്സിലായോ? ഇനി മനസ്സിലാകാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പല്ലേ? ഞാൻ പിന്നെ പണി നിർത്തിക്കോട്ടെ. ശരി, പണി നിർത്തുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് മുതൽ അച്ഛനും അമ്മയ്ക്കും ഉമ്മ കൊടുക്കും എന്ന് തീരുമാനം എടുത്ത ആളുകളല്ല. ഒരു കാര്യം തന്നെ, ആരെങ്കിലും എഴുതാക്കാൻ ഉണ്ടെന്നായിരുന്നു നോക്കാൻ വേണ്ടി കേട്ടാ. എല്ലാവരും എഴുന്നേറ്റ്. എഴുന്നേറ്റിരുന്നോ? അവരൊന്നും എഴുന്നേറ്റില്ല, കുഴപ്പമില്ല. അപ്പൊ ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പിന്നെയും പറയുക, നമ്മൾ കൊടുക്കുക. ജീവിതത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ദൈവമാണ് അല്ലേ? ഗോഡ് ഈസ് ലവ്. അതിനർത്ഥം ലവ് സാക്രിഫൈസ് എന്നാണ്. സാക്രിഫൈസ് അത്രേ ഉള്ളതിനർത്ഥം, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാനിത് ചെയ്യുമ്പം എനിക്കിത് തിരിച്ചു കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ടാകരുത് നിങ്ങളുടെ ഒരു പ്രവൃത്തി. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കണക്കുണ്ട്. അതിനനുസരിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതിനെയാണ് എന്താ വിളിക്കുക? കർമ്മ. ഓക്കെ, നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും, ബൂമറാങ് പോലെ. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ ആണോ? എന്നൊന്ന് കൈയടിച്ചേ. ഈ കൈയടിയിൽ നിന്നൊരു ബോർഡ് ക്ലാസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം പഠിപ്പിച്ചു കൊണ്ടത് പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയി. താങ്ക് യു, ലവ് യു ഓൾ, ഐ ആം സോ ഹാപ്പി. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, എനിക്ക് ഗുരുതുല്യരായ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും നന്ദി. നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും എത്തുന്നു. എത്തുന്നു. ചെണ്ട വിടാൻ പോകണം. ചെണ്ട വിടാൻ ഹലോ, ഇതെല്ലാവരും ചെയ്യേണ്ട പ്രോസസ്സാണ്. നമ്മളെല്ലാവരും
ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ചെണ്ട കൊട്ടുമ്പോ നമുക്ക് ദേഷ്യമുള്ളവരെല്ലാം കൊട്ടി തീർക്കാൻ പോവാ. റെഡി? ശരി, എല്ലാവരും എഴുന്നേറ്റോ. നമുക്ക് ദേഷ്യമുള്ള എല്ലാവരും ചെണ്ട കൊട്ടി ഇപ്പൊ തീർത്തിട്ടാണ് പോകുന്നത്. ആരോടൊക്കെ ദേഷ്യമുണ്ട് അവരെല്ലാം പോകും മനസ്സിലേക്ക് വരട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ. നമുക്ക് ദേഷ്യമുള്ളവരെല്ലാം ഫീൽ ചെയ്തേ. ആ ചെണ്ട മുമ്പിൽ കണ്ടേ. തുടങ്ങിക്കോ മക്കളെ. ഇത് വീട്ടിൽ ചെന്ന ദേഷ്യം ആരോടും പറയുന്നത്.